ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. പുതിയ വിദേശ തൊഴിലവസരങ്ങളുമായി ഞാൻ അബ്ദുൽ ജബ്ബാർ. അപ്പോൾ ഇന്ന് നമുക്ക് വന്നിട്ടുള്ളത് അർമേനിയ, ഇസ്രായേൽ, സൗദി എന്നിവിടങ്ങളിലേക്കാണ് ഇന്ന് പുതിയതായിട്ട് നമുക്ക് വന്നിട്ടുള്ള ചാൻസുകൾ. അപ്പോൾ അതിൻ്റെ മുമ്പ് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ദയവുചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അതേപോലെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അതിൽ കയറിയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, വിളിക്കേണ്ട സമയം രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ്. ഞായറാഴ്ച ഓഫീസ് ലീവായിരിക്കും. നമുക്ക് ഫസ്റ്റ് വന്നുള്ളത് അർമേനിയയിലേക്കാണ്. ക്യാബ് ഡ്രൈവേഴ്സിനാണ് നമുക്ക് അർമേനിയയിലേക്ക് ആവശ്യമുള്ളത്. 10 വർക്കിംഗ് ഡേയ്സിൻ്റെ ഉള്ളിൽ തന്നെ അവരെ വർക്ക് പെർമിറ്റ്, അവരുടെ ജോബ് വിസ കാര്യങ്ങളൊക്കെ 10 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ശരിയാവും എന്നുള്ളതാണ് അർമേനിയയിലേക്ക് നമുക്ക് ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ട് നമുക്ക് കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പോളണ്ടിലേക്ക് അതല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രിയിലേക്ക് നമുക്ക് എവിടെ പോവുകയാണെങ്കിലും മാക്സിമം 4 to 6 മാസത്തിൻ്റെ ഉള്ളിലെങ്കിലും നമുക്ക് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട്. അങ്ങനെ വെയിറ്റ് ചെയ്താൽ തന്നെ നമുക്ക് റിജക്ഷൻ ആവാനുള്ള ഒരുപാട് സാധ്യതകളും അവരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അർമേനിയയിലേക്ക് നമുക്ക് വെറും 10 ദിവസം കൊണ്ട് തന്നെ നമ്മളെ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഒരു മാസം നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഒരു മാസം നമുക്ക് ജോലി റെഡി ആവുന്നത് വരെ ഒരു മാസം ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആയിരിക്കും. അതേപോലെ തന്നെ അവരെ പാസ്പോർട്ട് ട്രാൻസ്ലേഷൻ ഉണ്ടായിരിക്കും, ക്ലിയർ ചെയ്ത് കൊടുക്കും. അതേപോലെ തന്നെ സോഷ്യൽ കാർഡ്, TRC കാർഡ്, ഫ്ലൈറ്റ് ടിക്കറ്റ്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് തന്നെ നമുക്ക് ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. അതേപോലെ തന്നെ അവിടെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയതിന് ശേഷം പോളണ്ടിലേക്ക് നമുക്ക് പോകാൻ താല്പര്യമുള്ള ആളുകളാണ്. പോളണ്ടിലേക്ക് പോയിട്ട് ജോബ് സെർച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ പോളണ്ടിലേക്ക് അവിടെ ജോബ് കാര്യങ്ങളൊക്കെ പോളണ്ടിലേക്ക് പോയിട്ട് തന്നെ നമുക്ക് കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വിശദമായ കാര്യങ്ങൾ അറിയാൻ 70 344 88 385 എന്നുള്ള നമ്പറിലേക്കാണ് അർമേനിയയിലേക്ക് പോകാൻ താല്പര്യമുള്ള ആളുകൾ കോൺടാക്റ്റ് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് വന്നുള്ളത് ഇസ്രായേലിലേക്കാണ്. ഫാമിംഗ് ഹെൽപ്പേഴ്സിനാണ് നമുക്ക് ഇസ്രായേലിലേക്ക് ആവശ്യമുള്ളത്. മാക്സിമം 1,60,000 ഇന്ത്യൻ രൂപകളാണ് അവരെ സാലറി വരുന്നത്. അക്കോമഡേഷൻ കമ്പനി കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇസ്രായേലിലേക്ക് തന്നെ കെയർ ഗീവറിനെ നമുക്ക് ആവശ്യമുണ്ട്. ഫീമെയിൽസിനാണ് നമുക്ക് ആവശ്യമുള്ളത് വിത്ത് ANM. 1,30,000 മുകളിൽ 1,70,000 വരെ അവർ സാലറി വരുന്നുണ്ട്. 25 to 45 വയസ്സിൻ്റെ ഉള്ളിലുള്ള ഡിപ്ലോമ വിത്ത് 1 year ആൻഡ് അബവ് എക്സ്പീരിയൻസ് ഉള്ള ലേഡീസാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത്. 9 മണിക്കൂറാണ് അവരുടെ ഡ്യൂട്ടി ടൈം ഉണ്ടായിരിക്കുക. അക്കോമഡേഷൻ കമ്പനി കൊടുക്കുന്നുണ്ട്. വിശദമായ കാര്യങ്ങൾ അറിയാൻ 99 47 46 86 40 എന്നുള്ള നമ്പറിലേക്കോ അതല്ലെങ്കിൽ 97 44 46 86 40 എന്നുള്ള നമ്പറിലേക്കോ ആണ് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് വന്നുള്ളത് സൗദി ജിദ്ദയിലേക്ക്. ഞാൻ മുമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒന്നാണ്. റെൻ്റ് കാർ കമ്പനിയിലേക്ക് ഒരുപാട് ഡ്രൈവേഴ്സിന് നമുക്ക് ആവശ്യമുണ്ട്. അത് ഇനി GCC ലൈസൻസ് ഉള്ള ആളുകൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതിലെ എക്സ്പയർ ആണെങ്കിലും കുഴപ്പമില്ല, കോപ്പി ആണെങ്കിലും കുഴപ്പമില്ല. 1,500 സൗദി റിയാലാണ് അവരുടെ സാലറി വരുന്നത്. പ്ലസ് ഓവർ ടൈം ഉണ്ടായിരിക്കും. 9 മണിക്കൂറാണ് അവരുടെ ഡ്യൂട്ടി ടൈം ഉണ്ടായിരിക്കുക. ആഴ്ചയിൽ ഒരു ദിവസം ലീവ് ഉണ്ടായിരിക്കും. 23 to 36 വയസ്സിൻ്റെ ഉള്ളിലുള്ള ആളുകളാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത്. വിശദമായ കാര്യങ്ങൾ അറിയാൻ 94 47 95 0 654 എന്നുള്ള നമ്പറിലേക്കാണ് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് വന്നുള്ളത് സൗദിയിലേക്ക് വാൻ സെയിൽസ്മാൻമാരാണ് നമുക്ക് ആവശ്യമുള്ളത്. അത് ഡ്രൈവർ കം സെയിൽസ്മാൻമാരാണ് നമുക്ക് ആവശ്യമുള്ളത്. 3 വർഷമെങ്കിലും സെയിം ഫീൽഡിൽ FMCG മേഖലയിലോ അതല്ലെങ്കിൽ ഫുഡ് സെയിൽസിലോ എക്സ്പീരിയൻസ് ഉള്ള ഇന്ത്യൻ ഹെവി ലൈസൻസ് ഉള്ള ആളുകളാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത്. അത്യാവശ്യം ഇംഗ്ലീഷോ അറബിക്കോ സംസാരിക്കാൻ കഴിയണം എന്നുള്ള നിർബന്ധമാണ്. 1,900 സൗദി റിയാലാണ് അവരുടെ സാലറി വരുന്നത്. പ്ലസ് കമ്മീഷൻ ഉണ്ടായിരിക്കും. അവരെ ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട്. വിശദമായ കാര്യങ്ങൾ അറിയാൻ 90 37 18 63 13 എന്നുള്ള നമ്പറിലേക്കാണ് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയും പേപ്പറുകളാണ് വന്നിട്ടുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഇടുന്ന വിസകളൊക്കെ ട്രാവൽസ് വഴി വരുന്ന വിസകളായതുകൊണ്ട് തന്നെ സർവീസ് ചാർജ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ ക്യാഷ് കൊടുക്കുന്നതിൻ്റെ മുമ്പ് ഇതിൻ്റെ A to Z വരെയുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് ചോദിച്ച് ഡയറക്റ്റ് പോയിട്ട് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് നിങ്ങൾ ബാക്കിയുള്ള ഇടപാടും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ ദയവ് ചെയ്ത് പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് വീഡിയോ എത്തിക്കാൻ ശ്രമിക്കുക. വീണ്ടും കാണുന്നത് വരേക്കും നന്ദി, നമസ്കാരം.